അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുന്നു, സലാസത്തുന്, 3 വിഭാഗം ആൾക്കാരുണ്ടല്ലോ, അവര് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവരാ, ഏറ്റവും നശിച്ചവരാ. അല്ലാഹു അവരുടെ മുഖത്ത് പോലും നോക്കുകയില്ല. അങ്ങനെ 3 വിഭാഗമുണ്ട്, അങ്ങനെ 3 വിഭാഗമുണ്ട്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആരാണ് നബിയേ, ആരാണ് നബിയേ? ആ പരലോകത്തിലെ ഏറ്റവും മോശമായവരാരാ? വാപ്പാ നീയാ, വാപ്പാ നീയാ. സ്വന്തം മക്കളും ഭാര്യയും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അതിനെ നിസാരമായി തെള്ളുന്ന നിനക്ക് താടിയുണ്ടെങ്കിലും തഴമ്പുണ്ടെങ്കിലും ഹജ്ജ് ചെയ്തവനാണെങ്കിലും ഉംറ ചെയ്തവനാണെങ്കിലും ഏത് കൊലകൊമ്പനാണെങ്കിലും അല്ലാഹ് നിന്നെയൊന്നും വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നീ രക്ഷപ്പെടില്ല വാപ്പാ, അല്ലാഹുവിന്റെ മുന്നിൽ നീ രക്ഷപ്പെടുമെന്ന് കരുതണ്ട. അന്ന് നിന്റെ മക്കള് പടച്ചവനോട് പറയുന്നത് എന്തെന്നറിയുമോ? എന്നെ നശിപ്പിച്ചതെന്റെ വാപ്പയാ, എന്നെ നശിപ്പിച്ചതെന്റെ ഉമ്മയാ, എനിക്ക് തരുന്നതിന്റെ ഇരട്ടി ശിക്ഷ. അല്ലാഹുവേ, എനിക്ക് തരുന്നതിന്റെ ഇരട്ടി ശിക്ഷ എന്റെ വാപ്പയ്ക്ക് കൊടുക്കണേ അല്ലാ, എന്റെ ഉമ്മയ്ക്ക് കൊടുക്കണേ അല്ലാ എന്നും മക്കള് പറയുന്ന ഒരു ദിനം വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നെ പിടിച്ചു നിർത്തിയിട്ട് നിന്റെ മോൻ പറയും, അല്ലാ ഇവന് കൊടുക്കണം ഇരട്ടി, എനിക്കെന്ത് തരുന്നു അതിന്റെ ഇരട്ടി. ആദ്യം ഉപ്പാനെ എറി, പിന്നെ എന്നെ എറിഞ്ഞാൽ മതി. കാരണം ഈ മനുഷ്യനായി എന്നെ പിഴപ്പിച്ചത്. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു വാപ്പയ്ക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു, ഒരു വാപ്പയ്ക്ക് ബറക്കത്ത് ഉണ്ടാകാൻ. ഏത് വാപ്പയ്ക്കാന്നറിയോ? ഏത് വാപ്പയ്ക്കെന്നറിയോ? തൻ്റെ മക്കളെ നന്നാക്കാൻ വീട്ടിൽ ആര് വടി വെട്ടി വെച്ചിട്ടുണ്ടോ ആ വാപ്പയ്ക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മക്കളെ നേരെയാക്കാൻ വീട്ടിൽ വടി വെട്ടി വെച്ചിട്ടുണ്ടോ, നീ രക്ഷപ്പെട്ടു, അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ ഒരു വടി വെട്ടി വെച്ചിട്ടുള്ള വാപ്പമാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. അപ്പോഴും 2 പേര്. TV മേടിച്ചു വെച്ചിട്ടുണ്ടോ? കൈപൊക്കണ്ട. TV മേടിച്ചു വെച്ചിട്ടുണ്ടോ? നിനക്ക് ബറക്കത്ത് ഇറങ്ങി വരും, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിനക്ക് ബറക്കത്ത് വേണം, നിനക്ക് ബറക്കത്ത് വേണം. ഒരു വടി പോലും വെട്ടിവെക്കാൻ. എടാ, നീ നേരെയായത് നിന്റെ ഉപ്പ തല്ലിയിട്ടല്ലേ? മനസ്സിലാക്കി നോക്ക്. നമ്മളൊക്കെ നേരെയായത് നമ്മുടെ വീട്ടിലൊരു വടിയുണ്ട്. ശൈത്താൻ കൂടുമ്പോ ഉമ്മ ഇങ്ങനെ ഇടയ്ക്ക്, സിറാജ് അലമാരിയുടെ മുകളിൽ ഇരിക്കുന്നത് കണ്ടോടാ, ഒരു കാപ്പിക്കമ്പ് അവിടെ ഇരിപ്പുണ്ട്, അപ്പൊ തന്നെ എന്റെ ശൈത്താൻ പോവായിരുന്നു. അങ്ങനെ തല്ലുകൊണ്ട് വളർന്നത് കൊണ്ട് നീ നേരെയായി. ഇപ്പൊ നിനക്ക് പേടിയാ നിന്റെ മോന്റെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളാതിരിക്കാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പാപ്പ ചോദിക്ക, വന്നോടി അവൻ? ഇപ്പൊ വരും, എന്നാ ഞാൻ കിടക്കട്ടെ. കാരണം എന്താ, അടി കിട്ടുമെന്ന് പേടി. നീ എങ്ങാണം എടാ ഒരു വടി പോലും വെട്ടിവെക്കാൻ. എന്നിട്ട് പറയുന്നു, ഉസ്താദെ എൻ്റെ മോൻ മുടി വെട്ടാൻ പറഞ്ഞ വെട്ടത്തില്ല, പറവയെ പോലെ നടക്ക, ആണുമല്ല പെണ്ണുമല്ല, ഏതോ മാസികളെ പോലെ. ചോദിച്ചാ പറയും, പറഞ്ഞ നിന്നെ തല്ലണ്ടേ വാപ്പ, നാണം വേണ്ടേ? സ്വന്തം രക്തത്തിൽ പിറന്ന 10, 12, 15 വയസ്സുള്ള മകനെ നേരെയാക്കാൻ പറ്റാത്ത നിന്നെ വാപ്പാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, 12 വയസ്സുള്ള ഒരു മകനെ നേരെയാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നീ ആ ഉസ്താദിനെ നന്നാക്കാൻ നടക്കണേ അല്ലേ? നാട് നന്നാക്കാൻ നടക്കണേ. അൻഫുസക്കും വഅഹ്ലീക്കും നാറ, അല്ലാഹു പറഞ്ഞതല്ലേ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ കളിയാക്കിയതല്ല. സ്വന്തം മകനെ, അതായിരുന്നു പണ്ടത്തെ ഉപ്പമാർ. പേടിയ സഹോദര. 8 മണി കഴിഞ്ഞാൽ വീടിനകത്ത് ഇന്ന് പുറത്തിറങ്ങാൻ പേടിയ. ഇപ്പൊ 12 മണിയായാലും കയറുന്നില്ല നമ്മുടെ മക്കൾ. എന്നിട്ട് ഉസ്താദിൻ്റെ അടുത്ത് വന്നിട്ട് കഞ്ചാവ് അടിക്കണം ഉസ്താദെ, എന്നെ തല്ലുന്നു ഉസ്താദെ, എന്നെ ചീത്ത വിളിക്കണം ഉസ്താദെ, നന്നാവാൻ. പിന്നെ അതിനല്ലേ ഉസ്താദ് ഇരിക്കണേ, നിന്റെ മോനെ നന്നാക്കാൻ. ആദ്യം നീ നേരെയാകെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ബർക്കത്ത് വേണോ? ഒരു കമ്പൊടിച്ച് വീടിനകത്ത് കൊണ്ടുപോയി അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഔറത്ത് തുറന്നിട്ട് കൊണ്ട് സ്വന്തം കാണുക, നാട്ടുകാരെ കാണിക്കുക. പാവാണോ? പാവാണോ? പറ, പാവാണോ?
അല്ല അല്ലേ? അല്ല, അതുകൊണ്ടല്ലേ നടക്കണേ. ഇതൊക്കെ പാവമാണോ സിറാജ? ഇങ്ങേര് ഏത് കാട്ടിയാതിടാ ഇങ്ങേര് വന്നിട്ട് ഇതൊക്കെ പറയണല്ലേ? ഇത് പറയാനാ വഴുതിന് വന്നേ? ഇതൊക്കെയാ വഴുത് പറയണ്ട? കബറും നരകമൊക്കെ അല്ലേ പറയണ്ട? ഇതൊക്കെ എന്തിരിപ്പം ഇയാൾ വന്നിട്ട് സുജൂദ് ചെയ്യണം, മുണ്ട് പൊക്കി കൊടുത്തണം, ഞാൻ പിന്നെ തലയിൽ കയറിയിരിക്കണം എന്ന് പറയണം? എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്കിത് പാപമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രം കേട്ടിട്ട് തീരുമാനിക്ക്. ഈ വയലിന്റെ സദസ്സിൽ വന്നിരുന്നിട്ട് പോലും തലമുടി പുറത്തിട്ടിരിക്കുന്ന ഉമ്മ, ആണിന് കാണിച്ചു കൊടുക്കുന്നത് മാത്രമല്ല പാപം, നിന്റെ ഔറത്ത് മറ്റുള്ളവര് കാണാൻ പാടില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ശരീരത്തിന്റെ ഭാഗങ്ങൾ തുറന്നിട്ട് കൊണ്ട് നടക്കുന്നവർ, ഔറത്ത് മറയ്ക്കാത്തവരോട് പറയുകയാണ്, അല്ലാഹുവേ, ഈ ചരിത്രം കേട്ടിട്ട് തീരുമാനിക്കു, പാപമാണോ പാപമല്ലേ? നിനക്ക് വരാൻ പോകുന്ന നാശമെന്താണ്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിലൂടെ ഒരു മഹാൻ ഇങ്ങനെ തവാഫ് ചെയ്യുകയാ. ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ കഅബാലയത്തിന്റെ കില്ലയിൽ പിടിച്ചുകൊണ്ടൊരു ചെറുപ്പക്കാരൻ നിലവിളിച്ച് കരഞ്ഞു ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ, ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തരുത്, എന്റെ സഹോദരങ്ങൾക്ക് വന്നതുപോലെ എനിക്കും വരല്ലേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് നിലവിളിക്കുകയാ. അവസാനം തവാഫ് കഴിഞ്ഞു മഹാനിങ്ങനെ പോകുമ്പോ കഅബാലയത്തിന്റെ ഒരു ഭാഗത്താ ചെറുപ്പക്കാരിരിക്കുകയാണ്. അടുത്ത് ചെന്ന് കയ്യിൽ പിടിച്ചു, എന്നിട്ട് ചോദിക്കുന്നു, മോനെ, അവിടെ നിന്ന് ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടല്ലോ, എന്തേ നിന്റെ ഇഷ്ടമാർക്ക്, നിന്റെ ജ്യേഷ്ഠന്മാർക്ക് എന്തേ സംഭവിച്ചത്? അവരെ പോലെ വരല്ലേ എന്ന് ദുആ ചെയ്യുന്നല്ലോ. അവിടെ നിന്ന് ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു, തങ്ങള്, എനിക്ക് 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു, 2 ഇച്ചമാരുണ്ടായിരുന്നു. എന്റെ 1ാമത്തെ ജ്യേഷ്ഠന്റെ ജോലി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനാ. 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാ. അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു. 10 അല്ല 20 അല്ല 30 അല്ല 35 40 വർഷക്കാലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യരാ. അവസാനം മരണമെടുത്തപ്പോ എന്നോട് ഖുർആൻ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഖുർആൻ ഓതാനായിരിക്കും. എടുത്ത് കയ്യിലേക്ക് കൊടുക്കുമ്പോ അവിടുന്ന് വലിച്ചെറിയുകയാ. ഈമാനില്ലാതെ മരിച്ചുപോയി, ഈമാനില്ലാതെ മരിച്ചുപോയി. തങ്ങളെ, 2ാമത്തെ ജ്യേഷ്ഠനും അതേ പള്ളിയിലെ മുഅദ്ദിനായി 10 വർഷക്കാലം അവിടെ ബാങ്ക് വിളിച്ചു. ആ ജ്യേഷ്ഠന്റെയും അവസാനം മോശമാ, അവിടത്തെ ആഖിബത്ത് മോശമാ. തങ്ങളെ, ഇപ്പോൾ ആ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് ഞാനാ. അല്ലാഹുവേ, എന്റെ ജ്യേഷ്ഠന്മാരുടെ അവസ്ഥ എനിക്ക് വരുത്തല്ലേ അല്ലാ. അതാ ഞാൻ ദുആ ചെയ്യുന്നത്. മഹാനവറുകൾ അവിടെ നിന്ന് ചോദിക്കുകയാ, മോനെ, നിന്റെ ജ്യേഷ്ഠന്മാരുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? അവര് കള്ളു കുടിക്കുന്നവരായിരുന്നില്ല, വ്യഭിചരിക്കുന്നവരായിരുന്നില്ല, പലിശ തിന്നുന്നവരായിരുന്നില്ല, നിസ്കരിക്കാത്തവരായിരുന്നില്ല, ശിർക്ക് ചെയ്തവരായിരുന്നില്ല, അവര് തോന്നിവാസികളായിരുന്നില്ല. അവര് 2 പേരും അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചവരാ. പിന്നെ എങ്ങനെ അവരിങ്ങനെ മരിക്കാനുള്ള കാരണമെന്താ? മഹാനവറുകൾ അവിടെ നിന്ന് ചോദിക്കുകയാ, എന്തെങ്കിലും ഒരു ദുശീലമുണ്ടായിരുന്നോ? എന്തെങ്കിലും ഒരു മോശമായ സ്വഭാവം ഒന്നോർത്തു നോക്കുമോനെ. അവിടെ നിന്ന് പറയുന്നു, തങ്ങളെ, 2 പേരും ഒരു പാപം ചെയ്യുന്നവരായിരുന്നു, 2 പേരും ഒരു തെറ്റ് ചെയ്യുന്നവരായിരുന്നു. ഔറാദുൻ നിസാ,
അവര് പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്നവരായിരുന്നു, പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്നവരായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, എന്റെ പ്രിയപ്പെട്ട വാപ്പമാര്, അതാ മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ റൂഹ് പിടിക്കാൻ കടന്നു വരുന്ന സമയത്ത് നിനക്ക് പറയണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണമെന്ന് നിനക്ക് കൊതിയുണ്ടോ? നിന്റെ നാവ് പൊങ്ങണോടാ ചെറുപ്പക്കാരാ. ഔറത്ത് തുറന്നിട്ട് കൊണ്ട് സ്വന്തം പിഴച്ചു നാട്ടുകാരെ മുഴുവനും പിഴപ്പിക്കുന്ന നിനക്കതിനുള്ള ഭാഗ്യം കിട്ടുമോ? ആണാകട്ടെ പെണ്ണാകട്ടെ, ഉമ്മയുടേതാകട്ടെ വാപ്പയുടേതാകട്ടെ കൂടപ്പറപ്പിൻ്റെതാകട്ടെ, ഔറത്ത് മറയ്ക്കാതെ നടക്കുന്ന മുസ്ലിമേ, ശരീരം തുറന്നിട്ട് കൊണ്ട് വീടിന്റെ അകത്താകട്ടെ പുറത്താകട്ടെ നടക്കുന്ന ഉപ്പാ, എന്റെ പെങ്ങള്, ഇനിയെങ്കിലും നിന്റെ പൊന്നാര മകള് ബെഡ്റൂമിന്റെ അകത്ത് കിടന്നുറങ്ങുന്ന സമയത്ത് അവള് ഒറ്റയ്ക്ക് കിടക്കുമ്പോ ധരിക്കേണ്ട വസ്ത്രവും ധരിച്ചുകൊണ്ട് നിന്റെ വീടിന്റെ മുന്നിലൂടെ നടക്കുമ്പോ, നിന്റെ വീടിന്റെ അകത്തുകൂടെ നടക്കുമ്പോ, ആ മക്കളുടെ മുന്നിലൂടെ നടക്കുമ്പോ, വാപ്പാടെ മുന്നിലൂടെ നടക്കുമ്പോ, ആ പെണ്ണിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഇത് പാവമാ, ഇത് വേണമെങ്കിൽ രാത്രി കിടക്കുമ്പോ വാതിലടച്ചിട്ട് റൂമിന്റെ അകത്ത് ധരിച്ചു കൊള്ളണം, അല്ലാതെ വീടിന്റെ റൂമിന്റെ പുറത്തിറങ്ങുമ്പോ ഇതുപോലെയുള്ള വസ്ത്രം വലിച്ചിടിച്ചുകൊണ്ട് വസ്ത്രമിട്ടുകൊണ്ട് നടന്നാൽ നിനക്ക് തല്ലുകൊള്ളുമെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ഉമ്മ. സ്വന്തം മക്കൾ ഔറത്തതാ അതാ മുട്ടുപൊക്കളിന്റെ ഇടയിൽ കാണുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് 18 വയസ്സുകാരിയുടെ മുന്നിലൂടെ നടക്കുമ്പോ ഇന്നത്തോടെ നിർത്തിക്കൊള്ളണം, ഇനി മേലാൽ ഇങ്ങനത്തെ വസ്ത്രം ഈ വീടിന്റെ അകത്ത് ധരിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന വാപ്പാ, നീ രക്ഷപ്പെട്ടവരാ, നീ രക്ഷപ്പെട്ടവരാ. ഇല്ലെങ്കിലും നിന്റെ അവസാനം മോശമാ. അല്ലാഹുവേ, ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാ അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന പാപത്തിന്റെ പേരില് ഞങ്ങളുടെ അവസാനം നീ മോശമാക്കല്ലേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഔറത്ത് തുറന്നിട്ട് കൊണ്ട് നടക്കുന്നത്, ഔറത്ത് പ്രദർശിപ്പിക്കുന്നത് അത് ചെറിയ പാപമല്ല, നിന്റെ അവസാനം വരെ മോശമാക്കുന്ന കാര്യമാ. സൂക്ഷിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം മൂന്നാമത്തെ കാര്യം, ഔറത്ത് പുറത്തിട്ട് തുറന്നിട്ട് കൊണ്ട് നടക്കരുത്, നാട്ടുകാരെ കാണിക്കരുത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. നിർത്താറായോ? 10:50 അതുകൊണ്ടാണ് ചോദിച്ചേ. ഇൻഷാ അല്ലാഹ് 10 മിനിറ്റ് ഉണ്ട്. ദുആ ചെയ്താ ഇപ്പം നിർത്താം. ഒരു ബക്കറ്റ് പിരിവ് നടത്തി ദുആ ചെയ്താ ഇപ്പം നിർത്താം. എന്തോ വേണം, എന്തോ വേണം പറ. ഒരെണ്ണം കൂടെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ പറയാം, ഇല്ലെങ്കിൽ പിരിയാം. എന്തോ വേണം? പറയണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈ പൊക്കിക്കേ. പൊക്കിക്കേ. ബക്കറ്റ് എടുക്കടോ, പൈസ ഇട. പോക്കറ്റിൽ കൈയിട്ടിട്ട് പൈസ ഇട. ബർക്കത്ത് വേണോ? ബർക്കത്ത് വേണോ? ഓസിന് കിട്ടുമോ ബർക്കത്ത്? കിട്ടൂല. ഈ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു, ഒരു സദക്ക എടുത്തോ. തലയുടെ മുകളിൽ നോക്ക്. എൻ്റെ അല്ല, നിന്റെ തലയുടെ മുകളിലോട്ട് നോക്കറോ? നോക്കിയോ? വല്ലതും കാണുന്നുണ്ടോ? കാണൂല. ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ഈ ബക്കറ്റ് നിന്റെ മുന്നിൽ വരുമ്പോൾ നിന്റെ പോക്കറ്റിൻ്റെ അകത്ത് എന്തെങ്കിലും എടുത്തിട്ട് ആ ബക്കറ്റിൻ്റെ അകത്തിട്ടാൽ ആ തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് ദുആ ചെയ്യും, ഉള്ളതിൽ പങ്ക് സിറാജ് കൊടുത്തല്ല, നീ ബർക്കത്ത് ചെയ്യണേ അല്ല. ആരാ ദുആ ചെയ്യണേ? പള്ളിയിലെ ഉസ്താദല്ല, മലക്ക്. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപവും പറയാത്ത ചെയ്യാത്ത മലക്ക് ദുആ ചെയ്യുന്നു, അല്ലാ ഈ അബൂബക്കറിനെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. രക്ഷപ്പെട്ടു സഹോദര. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പോക്കറ്റിൻ്റെ അകത്ത് പൈസ ഇരിപ്പുണ്ട്. ബക്കറ്റ് കൊണ്ട് വന്നപ്പോൾ പൊട്ടം കളിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം.
കണ്ട പരിചയം പോലും കാണിക്കണില്ല. അപ്പൊ മലക്ക് പറയും, പോക്കറ്റിന്റെ ഒക്കെ തിരിപ്പുണ്ട് പടച്ചവനെ, ഉണ്ടായിട്ടും ഇവൻ കൊടുത്തില്ലല്ലാ. നീ കൊടുത്തത് കൊടുക്കാതെ ഇവൻ പിടിച്ചു വെച്ചു പടച്ചവനെ. ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും അങ്ങ് പിടിക്കണേ അല്ല. പോയി നിന്റെ കാര്യം, ഇനി ഗൾഫിൽ നിന്ന് നിനക്ക് കാശ് കിട്ടൂല, വരാനുള്ളതൊക്കെ അടയും. അള്ളാഹിനോട് പറയാ, പടച്ചവനെ ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണം. അല്ല പിടിച്ചു വെച്ചാൽ നീ ദരിദ്രനായി പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്തിനാ വെറുതെ പണി വാങ്ങുന്നേ? അതുകൊണ്ട് കൊടുക്കണോ വേണ്ടേ നിങ്ങൾ തീരുമാനിക്ക്. പോക്കറ്റി കൈയിട് ചങ്ങാതി. എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കിക്കേ. ഇല്ലാന്ന് വേണ്ട, ഉണ്ട്, പോക്കറ്റിനകത്തുണ്ട്. നോക്കണ്ടാട്ടാ, എത്രയുണ്ടെന്ന് നോക്കണ്ട. 2000, 500, 200, 100, 50, 20, 10 എടുക്കത്തുള്ളൂ. നോക്കണ്ട. നീ എടുക്കുന്നത് അല്ല അറിഞ്ഞാൽ മതി, നീ അറിയണ്ട ചെറുതോ വലുതോ. 2 ബക്കറ്റിന്റെ അകത്ത് ആരും കൈയിടരുത്. പള്ളി വരും വെള്ളിയാഴ്ച 100 രൂപയുടെ നോട്ടിടും. 10 അല്ലായിക്കും, 90 ഇവനും തിരിച്ചു വാരും. അന്തരി കണക്കപ്പ. അപ്പൊ എല്ലാരും ഇൻഷാ അല്ലാഹ് ഒരു സദക്ക എടുത്ത്, അല്ലാഹുവേ അസ്സദക്ക തുറത്തുൽ ബലായ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. ആര് സദക്ക കൊടുക്കുന്നു അവരുടെ എല്ലാ വിപത്തുകളും നീ തട്ടിമാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ മാരകമായ ഏതെങ്കിലും രോഗമുണ്ടെങ്കിൽ പടച്ചവനെ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, അറുത്തു മുറിക്കുന്ന രോഗങ്ങൾ നീ കാക്കണേ പടച്ചവനെ. ഈ സദക്ക കൊടുക്കുന്നവരെ നീ അറുത്തു മുറിക്കല്ലേ അല്ലാ, കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാ, ആ കുടുംബത്തിന്റെ സന്തോഷം നീ കളയല്ലേ അല്ലാ. ഈമാൻ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആരാ ബക്കറ്റ് എടുക്കുന്ന? ആരാ? ഇൻഷാ അല്ലാ ഒരു ഹദീദ് എന്നേപ്പം ആരെങ്കിലും? ഇൻഷാ അല്ലാ ഒരു ഹദീദ്. അപ്പം പ്രസിഡന്റോ സെക്രട്ടറി ആരെങ്കിലും എന്താ ഇവിടെ ബക്കറ്റ്? ഇൻഷാ അല്ലാ തരി. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, ബിസ്മില്ലാ. നീയാണോ മോനെ ബക്കറ്റ് കൊണ്ടുപോണേ? പാവോടാ, നിന്നെ കണ്ടാൽ തന്നെ അവരാരും പൈസ തരും. വാ കയറി വാ. ഇൻഷാ അല്ലാ. ചെറിയ മോൻ. നിങ്ങൾ വലിയവരാരെങ്കിലും പൊക്കോടെ? അപ്പൊ നിന്റെ പേരെന്താ മോനെ? എൻ്റെ മോൻ്റെ പേര്. അള്ളാഹു നിനക്ക് സ്വർഗം നൽകട്ടെ. നീ ഇവിടെ പോയിരുന്നു, ഈ കാക്ക പോകും ബക്കറ്റ് പിരിവിന് കേട്ടോ. ഇൻഷാ അല്ലാ നീ ധൈര്യമായിട്ട് പോയിരുന്നു. നിനക്ക് ദുആയിട്ടില്ലേ? നീ ചിരിക്ക്. ഹാഫിളാവോ? ഇൻഷാ അല്ലാ 5 നേരം നിസ്കരിക്കണം. നല്ല കുട്ടിയാവണം കേട്ടോ. ഇൻഷാ അല്ലാ അല്ലാഹ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് നിന്റെ പേരെന്താ? ബഷീറിന് പെണ്ണ് വീട് കെട്ടാനല്ല പിരിവിന് പോകുന്നത്. അല്ല, വീട് കെട്ടാനോ പെങ്ങളെ കെട്ടിക്കാനോ അല്ല, ഇത് നല്ല കാര്യത്തിന്. അതുകൊണ്ട് ഒരു നാണവും വേണ്ട. നിനക്ക് സ്വർഗത്തിൽ പോകാൻ ഇതേ ഉള്ളൂ. ഇൻഷാ അല്ലാ. അങ്ങോട്ട് പറഞ്ഞതേ, ധൃതി വേണ്ട. സമയം ഇനി 1/2 മണിക്കൂറുണ്ട്. എല്ലാവരുടെ മുന്നിൽ നിന്ന് മേടിച്ചിട്ട് വന്നാൽ മതി. പൊക്കോ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 2 മിനിറ്റ് നിൽക്കണം. എന്തേ കാക്കായി എടുക്കാത്തീന്ന് വൈര്? മേടിച്ചിട്ട് വന്നാൽ മതി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ യാ റബ്ബി സല്ലി അലൈഹി. ഇൻഷാ അല്ലാഹ് ജുനൈദ് ഉസ്താദ് ആകെ വരണ്ടിരിക്കുക. അള്ളാഹ് ഇങ്ങനെ വിളിക്കുകയും ചെയ്തു. നാട്ടുകാർ ഇനി എന്ത് പറയുന്നു? ഇൻഷാ അല്ലാഹ്. അള്ളാഹു പാവപ്പെട്ടവനാ, നല്ല വഴുത് പറയും, നല്ല ചരിത്രങ്ങളൊക്കെ ജുനൈദ് പറയും. ഞങ്ങൾ പഠിക്കണ കാലത്ത് തന്നെ ഇത്തിരി കിതാബൊക്കെ അറിയുന്ന ആളാണ്. അൽഹംദുലില്ലാ. പഠിക്കണ കാലത്ത് തന്നെ നല്ല ചരിത്രങ്ങൾ ഞങ്ങൾ സമാജങ്ങളിലൊക്കെ പ്രസംഗിക്കും. ഞാനൊക്കെ ഇങ്ങനെ കേട്ടിരുന്നിട്ടുണ്ട്. നമ്മളൊന്നും അന്ന് വഴുത് പറയത്തില്ലായിരുന്നു, ഇപ്പോഴാ വഴുത് പറയണേ. അൽഹംദുലില്ലാ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. 2 മക്കളില്ലേ ഉസ്താദ്? അൽഹംദുലില്ലാ. അള്ളാഹു മക്കളെ, പെണ്ണുകുട്ടി ആൺകുട്ടി, ഒരാണ് ഒരു പെണ്ണ്. അൽഹംദുലില്ലാ, രക്ഷപ്പെട്ടു. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പെണ്ണുമ്പിള്ള ഇവിടെ ഉണ്ടോ? ഇല്ല. കമ്മിറ്റിക്കാരൊക്കെ ഒരു വീടൊക്കെ എടുത്തു കൊടുക്കണോപ്പാ. പ്രസിഡന്റ് ആരാ? നിങ്ങളാ? പ്രസിഡന്റ് എന്തേപ്പാ? ചിരിച്ചോണ്ടിരിക്കണം. നമ്മുടെ ഉസ്താദിനൊരു റൂമൊക്കെ എടുത്തു, ഒരു വീടൊക്കെ. പാവപ്പെട്ടവൻ ഈരാറ്റുപെട്ടവരെ പോയിട്ട് വരണമെങ്കിൽ തന്നെ എത്ര നാളെടുക്കും? ഒന്ന് ഈരാറ്റുപെട്ടവരെയൊക്കെ പോയി വരിക. ഇൻഷാ അല്ലാ. പ്രസിഡന്റ് എന്താ ഇപ്പൊ താഴെ ഇരുന്ന്? പ്രസിഡന്റ് ശാസി കയറി ഇരിക്കണോ? അതിനൊക്കെ അതിന് കാശൊന്നും കൊടുക്കണ്ട വാപ്പ. ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാ. അള്ളാഹു നിങ്ങൾ പള്ളിയുടെ പ്രസിഡന്റ് അല്ല, അത് അള്ളാഹ് തന്നിരിക്കുന്നവർ. അള്ളാഹുടെ പള്ളി ഖിദ്മത്ത് ചെയ്യാൻ തന്നിരിക്കുന്ന അവസ്ഥയല്ലേ. കാല് വയ്യം തോന്നുന്നു. അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. ഹത്തീബ് ഉസ്താദിന് ഒരു വീടൊക്കെ മേടിച്ചു കൊടുക്കണം. ഭാര്യ മക്കളെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ സന്തോഷത്തോടെ. ഇല്ലേപ്പാ? നല്ല കാര്യമല്ലേ? എന്താ പ്രസിഡന്റ് എന്താന്നും മിണ്ടാത്ത? ഫ്രണ്ടിൽ കയറ്റിയിരുത്തി. ഇൻഷാ അല്ലാ. ആദ്യത്തെ പൗരനല്ലേ ഈ നാട്ടിലെ. പ്രസിഡന്റ് ഉസ്താദിന് റൂമൊക്കെ എടുത്ത് കൊടുത്ത് ഭാര്യയൊക്കെ വിളിച്ച് നാട്ടിൽ കൊണ്ടുവരാൻ പറയണം കേട്ടോ. ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാ. അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരെണ്ണം കൂടെ പറഞ്ഞ് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാ. ഇരിക്കൂലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
5 വഖത്ത് നിസ്കാരം നിർബന്ധമാണോ അല്ലേ? കേൾക്കണം. എങ്ങനെ എങ്ങനെ ഇന്ന് 5 വഖത്ത് നിസ്കരിച്ചവരൊക്കെ ഒന്ന് കൈവക്കിക്ക്. വേണ്ട വേണ്ട, എനിക്ക് നാണം കെടാൻ വയ്യ. വെറുതെ എന്തിനാ? 5 വഖത്ത് നിസ്കാരം നിർബന്ധമാണ്. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്തേ നിസ്കരിക്കാൻ? ഗൗരവം ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മരിക്കുന്നതിന് തൊട്ടു മുമ്പ് സക്കറാത്തിന്റെ അവസ്ഥയിലും പറഞ്ഞത് എന്തായിരുന്നു? നിസ്കാരത്തെ കുറിച്ചാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരം മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു ഗോത്രം മുഴുവനും മുസ്ലിം ആകാൻ കുറച്ച് ആൾക്കാർ വന്നു. പ്രവാചകൻ മസ്ജിദ് നബവിയിൽ വിളിച്ചു കയറ്റി, ബാ അകത്ത് കയറി. എന്താ വന്നത്? നബിയെ, ഞങ്ങൾ ഇസ്ലാം മുസ്ലിം വന്നതാ, പക്ഷെ ഞങ്ങൾക്ക് ചില കണ്ടീഷൻ ഉണ്ട്. മുസ്ലിം ആകണമെങ്കിൽ, ഞങ്ങൾക്ക് മുസ്ലിം ആകണമെങ്കിൽ ചില കണ്ടീഷൻ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താ? ഒന്ന്, ജിഹാദിന് പോകാൻ പറയരുത്. എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് പോകാൻ പറയരുത്. ഞങ്ങൾ മുസ്ലിം ആകാം, ഞങ്ങളോട് അവിടെ ഇവിടെ ഒന്ന് യുദ്ധത്തിന് പോകാൻ പറയരുത്, പറ്റൂല. ശരി. രണ്ടാമത്തത്, ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറയരുത്. എന്ന് പറഞ്ഞാൽ സദക്കയും സക്കാത്തും കൊടുക്കാൻ പറയരുത്. നല്ല ഐഡിയ. മുത്തുനബി ചോദിച്ചു, മൂന്നാമത്തെ കാര്യം എന്താ? നിസ്കരിക്കാൻ പറയാൻ പാടില്ല. ഞങ്ങൾ മുസ്ലിം ആകാം, ജിഹാദിന് വരൂല്ല, ഞങ്ങളുടെ പൈസ ഞങ്ങൾ ആർക്കും കൊടുക്കൂല, ഞങ്ങൾ നിസ്കരിക്കത്തുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജിഹാദ് പോണ്ടെങ്കിൽ പോണ്ട, നിങ്ങളുടെ ഇഷ്ടം. ജിഹാദിന് പോകാൻ മനസ്സില്ലെങ്കിൽ പോകണ്ട. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നാട്ടുകാർക്ക് കൊടുക്കാൻ വയ്യെങ്കിൽ കൊടുക്കണ്ട. എന്ന് പറഞ്ഞാൽ മരിക്കണ കാലം വരെ അല്ലട്ടാ, താൽക്കാലികം. കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ കൊടുക്കണ്ട. പക്ഷെ നിസ്കാരം വിട്ടുവീഴ്ചയില്ല. ഇപ്പൊ ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായ ഈ വഖത്ത് തന്നെ നിങ്ങൾക്ക് നിർബന്ധമായി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മുസ്ലിമായ ഈ വഖത്ത് തന്നെ നിങ്ങൾക്ക് നിർബന്ധമായി. നിസ്കാരം എങ്ങനെയാണെന്ന് പഠിച്ചിട്ട് നിസ്കരിക്കാൻ സമയമുണ്ടെങ്കിൽ പഠിച്ചിട്ട് നിസ്കരിക്കണം. ഇനി പഠിക്കാൻ സമയമില്ല, ഇത്തിരി സമയമേ ഉള്ളൂ, അറിയുന്നത് പോലെ നിസ്കരിക്കണമെന്ന് നബിഗിന റസൂലുള്ളാഹി. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? വെള്ളമുണ്ടെങ്കിൽ ഒതുവെടുത്തിട്ട് നിസ്കരിക്കണം, വെള്ളമില്ലെങ്കിൽ തയമം ചെയ്തിട്ട് നിസ്കരിക്കണം. ഇനി വെള്ളവുമില്ല മണ്ണുമില്ല, ഒന്നും വേണ്ട, നിസ്കരിക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വെള്ളവുമില്ല, തയമം ചെയ്യാൻ മണ്ണുമില്ല എന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കാതിരിക്കരുതെന്ന. ഇല്ലെങ്കിൽ നിസ്കരിച്ചോ, ഒന്നു വേണ്ട, ശുദ്ധി വേണമെന്നില്ല, നിസ്കരിക്ക്. വസ്ത്രമുണ്ടെങ്കിൽ ധരിക്കണം, വസ്ത്രം ഇല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് ഔറത്ത് മറയ്ക്കണം. ഇനി അതിനുമില്ലെങ്കിൽ നീ ഒന്നും വിടണ്ട, എന്നാലും നിസ്കരിക്കണം. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്ന് നിസ്കരിക്ക്, ഇല്ലെങ്കിൽ ഇരിക്ക്. ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ലേ, കിടന്ന് നിസ്കരിക്ക്. കടന്നിട്ട് നിസ്കരിക്കാൻ പറ്റണില്ലേ, കൈകാലനക്ക് നിസ്കരിക്ക്. എന്നാലും നിസ്കരിക്കണ്ട എന്ന് ദീൻ പഠിപ്പിക്കുന്നില്ല. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ മരിക്കാൻ കിടക്കുന്നവന് നിസ്കാരം നിർബന്ധമാണ്. മരിക്കാൻ കിടക്കുന്നവനും 5 വഖത്ത് നിസ്കാരം നിർബന്ധമാ. എന്തേ മോനെ നിനക്ക് നിസ്കരിക്കാൻ പറ്റാത്തത്? എന്തേ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരാൾ ഒരു വഖത്ത് നിസ്കാരം ഖളയാക്കിയാൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു വഖത്ത് നിസ്കാരം അറിഞ്ഞുകൊണ്ട് ഖളയാക്കിയാൽ, നരകത്തിന്റെ മുന്നിൽ നിന്റെ പേര് എഴുതി വെക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നരകത്തിന്റെ മുന്നിൽ നിന്റെ പേരെഴുതി കഴിഞ്ഞു. ഇന്നത്തെ ദിവസം നിസ്കരിക്കാത്തവര്, നിസ്കരിക്കാത്ത പെങ്ങള്, എന്തെങ്കിലും കാരണമുണ്ടാകണം, എന്തെങ്കിലും കാരണമുണ്ടാകണം. അല്ലാഹുവേ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവനും നിസ്കാരം നിർബന്ധമാ. അവനും പറയാൻ കാരണമില്ല. പടച്ചവനെ, നിത്യമായി മൂത്രമൊഴിക്കുന്നവനുണ്ട്, അവനോട് നിസ്കരിക്കണ്ട എന്ന് ദീൻ പറയുന്നില്ല. അവനും നിസ്കരിക്കണമെന്ന് നിർബന്ധമാണ്. പെങ്ങളെ,
നരകത്തിന്റെ മുന്നിൽ നിന്റെ പേര് മലക്കെഴുതി വെച്ചിട്ടുണ്ടടി പൊന്നുമോളെ. പോകാതെ രക്ഷപ്പെടാൻ പറ്റുമോ? ചെറുപ്പക്കാരാ, 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് വിളിക്കുമല്ലോടാ. മടിയല്ലേ മോനെ? പള്ളിയുടെ മുന്നിലൂടെ നടന്നാലും കേറാ മടിയല്ലേ? പള്ളിയുടെ മുന്നിൽ കടവച്ചിരിക്കുന്നവനും നിസ്കരിക്കാൻ മടിയാണ്. പള്ളിയിൽ നിന്ന് നിസ്കാരത്തിന്റെ ശബ്ദം കേൾക്കുന്ന വീട്ടുകാരനും പള്ളിക്കകത്ത് കേറാ മടിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നമസ്കാരം കളയാക്കുന്നവന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. 2 മഹാനായ ഉമർ തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് ഒരു വഖത്ത് നമസ്കാരം കളയാക്കിയാ അവന് കാഫിറാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഒരു വഖത്ത് നിസ്കാരം ആരെങ്കിലും കളയാക്കിയാൽ, കാരണമില്ലാതെ കളയാക്കിയാൽ നരകത്തിന്റെ മുന്നിൽ അവന്റെ പേരെഴുതും. പോകൽ നിർബന്ധമാ. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഒരു വഖത്ത് നിസ്കാരം അറിഞ്ഞുകൊണ്ട് കളയാക്കിയാൽ അവൻ കാഫിർ. കാഫിർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം മുഫസ്സിരീങ്ങൾ പറയുന്നു, അവൻ അവസാനം കുഫറിലേക്ക് പോയി പെട്ടുപോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. നിസ്കരിക്കാതെ പള്ളിയും പട്ടോ ഇല്ലാതെ വരുമ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ അല്ല തന്നെ ഇല്ലാന്ന് പറയുമോ? ഇല്ലേ? നിരീശ്വരവാദികളുടെ നേതാവിന്റെ പേരെന്താപ്പാ? ജബ്ബാർ. എന്താ പേര്? ജബ്ബാർ. അതന്നെ. നിസ്കരിയും പള്ളിയും പട്ടമൊന്നും ഇല്ലാത്തവൻ അവസാനം കുഫറിൽ പോയി പെടും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എന്തേ സഹോദര, നിസ്കരിക്കാൻ ഇത്ര മടിയെന്തേ? എന്താടാ, വീട്ടിൽ വളർത്തുന്ന നായി, റോഡിൽ കാണുന്ന ഒരു നായിക്ക് തിന്നാൻ ഇത്തിരി ഭക്ഷണം കൊടുത്ത നിന്നെ എന്ന് കണ്ടാലും അത് വാലാട്ടി കാണിക്കില്ല. നന്ദിയുണ്ടല്ലോ അതിന്. നിനക്കറിയുമോ, പട്ടിയും പന്നിയും നമുക്ക് തൊടാൻ പാടില്ലല്ലോ. നാളെ അള്ളാഹുവിന്റെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു പന്നിയോട് ചോദിക്കും, നിനക്ക് വല്ല പരാതിയുമുണ്ടോ? പന്നി പറയും, പടച്ചവനെ എനിക്കൊരു പരാതി ഉണ്ടല്ലാ. എന്തെന്നറിയോ? മുസ്ലിമീങ്ങൾക്ക് എന്നെ തിന്നാനോ എന്നെ തൊടാനോ പറ്റിയില്ലല്ലോ അല്ലാ. മുസ്ലിമീങ്ങൾക്ക് എന്റെ ഇറച്ചി കഴിക്കാനും പറ്റൂല, എന്നെ തൊടാൻ പോലും അവർക്ക് അനുവാദമില്ലല്ലോ. എനിക്കതിൽ വിഷമമുണ്ട് പടച്ചവനെ. എന്നാലും അൽഹംദുലില്ലാ. പന്നി പറയാ, എന്നാലും അൽഹംദുലില്ലാ. എന്തേ അൽഹംദുലില്ലാ പറഞ്ഞെന്നറിയോ? നിസ്കരിക്കാത്ത ഒരു മനുഷ്യനായി എന്നെ നീ സൃഷ്ടിച്ചില്ലല്ലോ, അതുകൊണ്ട് അൽഹംദുലില്ലാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പന്നി പോലും പറയുന്നത്, അല്ലാഹ് നിസ്കരിക്കാത്ത ഒരു മനുഷ്യനായി നീ എന്നെ സൃഷ്ടിച്ചില്ലല്ലോ, പന്നിയായിട്ടല്ലേ സൃഷ്ടിച്ചുള്ളൂ, അൽഹംദുലില്ലാ. ആ പന്നിയെക്കാളും വൃത്തികെട്ടവനായി പോകും നമ്മൾ. അല്ലാഹു കാക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ ഇമാമ ഖുത്ബ ഓതുമ്പോ ഓടി ഇങ്ങോട്ട് വരും, തലകുത്തി വീഴും. അന്നും വരണ്ടടാ മോനെ. എന്താ, അന്ന് വല്ല പ്രത്യേകത ഉണ്ടോ? അന്ന് വല്ല പ്രത്യേകതയുണ്ടോ? വെള്ളിയാഴ്ച ദിവസം മാത്രം ജമാഅത്ത് വെള്ളിയാഴ്ച പള്ളി നിറയും അല്ലേ പ്രസിഡന്റ്? ബാക്കിയുള്ള വക്കത്തിന് ഒരു സഫ് ഉണ്ടില്ലേ? അത്ര തന്നെ, 1 or 2 സഫ്. എവിടെ പോകും നിങ്ങളൊക്കെ? എവിടെ പോകുന്നു? നിങ്ങൾക്ക് വീട്ടിൽ ജമാഅത്തായി നമസ്കരിക്കാൻ പറ്റുമോ? ലാ സലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ്. പള്ളിയുടെ അടുത്തുള്ളവന് പള്ളിയിലല്ലാതെ ജമാഅത്തില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. നീ എവിടാ നിസ്കരിക്കണേ? പള്ളിയുടെ അടുത്തുള്ളവൻ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന ശബ്ദം നിന്റെ വീട്ടിൽ കേൾക്കുമെങ്കിൽ നിനക്കിതിനകത്തേ നിസ്കാരമുള്ളൂ. 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, കണ്ണിന് കാഴ്ചയില്ല, ഞാൻ ജമാഅത്തിൽ പങ്കെടുക്കാൻ വരണമെങ്കിൽ ആരെങ്കിലും എന്നെ കൊണ്ടുപോകാൻ വേണം, ഒറ്റയ്ക്ക് വരാൻ പറ്റുന്നില്ല നബിയെ. ആരെയും കിട്ടാതെ വരുമ്പോ ഞാൻ വീട്ടിൽ നിസ്കരിച്ചോട്ടെ? പറ്റൂല. ബാങ്ക് വിളിക്കുന്നത് വീട്ടിൽ കേൾക്കുമോ? കേൾക്കും നബിയെ. ഒരു കയറെടുത്തൊരു തുമ്പ് അവിടെ കെട്ടും, ഒരു തുമ്പ് ഇവിടെ കെട്ടും, എന്നിട്ട് ആ കയറി പിടിച്ചിട്ടാണെങ്കിലും പള്ളി വന്ന് നിസ്കരിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കണ്ണിന് കാഴ്ച പോലും ഇല്ലാത്ത സഹാബിയോടാ പറഞ്ഞ്, നിനക്ക് എന്ത് അസുഖമുള്ളത്? കാലും കയ്യും എല്ലാം ഉണ്ട് മോനെ, നിന്നെ കൊണ്ടുവന്ന് ഈ പള്ളിക്കകത്ത് ഇരുത്താനും അല്ലാഹ്ക്ക് അറിയാമെന്ന് മറന്നു പോകരുത്. നീ പള്ളിക്കകത്ത് വന്ന് വെള്ളിയാഴ്ച പോലും നിനക്ക് നേരത്തെ വരാൻ വയ്യ. എന്നാൽ നിന്നെ കൊണ്ടുവന്നിട്ട് ഈ പള്ളിക്കകത്ത് ഇരുത്തിയിട്ട് നിന്നെ നിലവിളിപ്പിക്കാനും പടച്ചവൻ അറിയാം. നിന്റെ മോന് ക്യാൻസർ വന്ന, നിന്റെ മോക്ക് എന്തെങ്കിലും ട്യൂമർ വന്ന, നിന്റെ കിഡ്നി തകർന്നു പോയ,
നിന്നെ ഈ പള്ളിക്കകത്ത് വന്ന് സുജൂദി കിടന്നിട്ട് നിന്നെ കൊണ്ട് അല്ല വിളിപ്പിക്കും, അല്ലാ 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 ലൈൻ ശകർത്തും ലഅസീദന്നകും വലൈൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. അല്ലാഹ്ക്ക് അതും അറിയാം, നീ ഓർത്തു വെച്ചോ. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹ്ക്ക് എല്ലാം അറിയാം. ഈ പള്ളിക്കകത്ത് ഇരുന്നിട്ടെ നീ നിലവിളിക്കും, ഇറങ്ങൂല എങ്ങോട്ട്. നിന്റെ സ്വന്തം മകന് ക്യാൻസർ രോഗം വന്നാ നീ ഇറങ്ങുമോ ഈ പള്ളിക്കകത്ത്? ഇവിടെ കിടക്കും കരഞ്ഞുകൊണ്ട് ഈ മക്കാമിന്റെ മുന്നിൽ. കിടത്തിക്കാനും അല്ലാഹ്ക്ക് അറിയാം. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറഞ്ഞു, നിസ്കരിക്ക്. എന്തിനാ മടി? അല്ലാഹ് നിസ്കരിക്കാൻ പറഞ്ഞത് അല്ലാഹ്ക്ക് വേണ്ടിയാ, നിനക്ക് വേണ്ടിയല്ലേ? അല്ലാഹ് നിസ്കരിക്കാൻ പറഞ്ഞത് നമുക്ക് വേണ്ടിയാ. നിനക്കറിയുവോ നിസ്കാരം മുടക്കാനുള്ള കാരണം? നീ പലതല്ലേ, കടയും കച്ചവടവും ബിസിനസ്സുമല്ലേ. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളൊന്നും ഇങ്ങനെ നടക്കില്ലായിരുന്നു, ഇന്നിങ്ങനെ കൈപൊക്കാതിരിക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ നിസ്കരിക്കുവോ? ഇൻഷാ അല്ലാഹ് പറ. പോരാ മോനെ, നിനക്ക് ബോധമുണ്ട്, നിന്റെ വാപ്പാടെ പ്രായമുള്ളവർ പുറകിരിക്കണം, അവർക്ക് ഇൻഷാ അല്ലാഹ് പറയാൻ നാക്ക് പൊങ്ങുന്നില്ല. ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. അള്ളാഹുവെ, ഇന്ന് ഈ സദസ്സിലിരുന്നു കൊണ്ട് നാളെ മുതൽ നിസ്കാരം തുടങ്ങുമെന്ന് ആര് ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ടോ അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി പറ ഇൻഷാ അല്ലാഹ്. ഒന്നുകൂടെ പറയാനറിയാം അല്ലേ? പറയാനറിയാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിസ്കരിക്കാൻ പറഞ്ഞത് വെറുതെ അല്ല വാപ്പ, അറിയോ പ്രതിഫലം? അള്ളാന്റെ ഖുർആൻ എടുത്ത് നോക്ക്, 2 പ്രതിഫലം പറയും, ദുആ ചെയ്യും. തങ്ങൾ വരുവോ ജുനൈദ്? അപ്പൊ ഇന്നത്തെ തങ്ങൾ ഞാൻ തന്നെയാ. ദുആ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിഞ്ഞേക്കാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. നിസ്കരിക്കോ? നിസ്കരിക്കോ? പ്രതിഫലം അറിയോ? അല്ലാഹ് പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ 2 പ്രതിഫലം തരും. നിസ്കരിച്ചാൽ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ നല്ലതുപോലെ കേട്ടോ. നിസ്കരിക്കാൻ മടിയുള്ള പെങ്ങള്, മക്കളെ വിളിച്ചുണർത്തി നിസ്കരിപ്പിക്കാത്ത ഉമ്മമാരെ, നിനക്ക് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്ന പാഠമാ. വഅമുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബതു ലിത്തഖ്വാ. അല്ലാഹ് പറയുകയാ, നീയും നിന്റെ കുടുംബവും 5 നേരം നിസ്കരിച്ച 2 പ്രതിഫലം അല്ലാഹു നൽകും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒന്നാമത്തെ പ്രതിഫലം മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിലും നീ തെണ്ടേണ്ടി വരില്ല.